ഇവിടുത്തെ മണ്ഡലത്തിന്റെ ഒരു ആര് വന്നാലും ഈ മണ്ഡലത്തിന്റെ വിഷയമല്ല എനിക്ക് പ്രധാനമായിട്ട് ചർച്ചയുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് ഭാരത മാതാവിന്റെ ഗർഭപാത്രം വരെ വിറ്റ തുടർച്ചക്കാരെ ഇനി വേണമെന്നുള്ളതാണ്. 10 വർഷമായിട്ട് ഭാരതമാതാവിനെ അവിടെ വഞ്ചിച്ച് ഇവിടെ വ്യാകുല മാതാവിനെയും വഞ്ചിച്ച ആളാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അത്തരം ആളുകളെ എന്താ ഉദ്ദേശിച്ചത്? ചെമ്പ് കിരീടം കൊണ്ടുകൊടുക്കും. ചെമ്പൊന്നുമല്ല, അത് സ്വർണം പൂശിയ കിരീടമാണ്. സ്വർണം പൂശിയ കിരീടം. സുരേഷ് ഗോപി ഒരിടത്തും സുരേഷ് ഗോപി ഒരിടത്തും ഇത്ര സ്വർണം കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരിയാണ്, പക്ഷെ ആരും കൊടുക്കണം, നമുക്കുള്ളത് കുചേലൻ ഉള്ളത് പോലെ കൊടുക്കണം. ആരും കൊടുക്കണമെന്നും പറഞ്ഞില്ല. പറ്റിക്കുകയാണ് ഇവിടെ എല്ലാ പദ്ധതി. 28 കോടി രൂപ 6 കൊല്ലം കൊണ്ട് പറയാനുവദിക്കുക. രാജ്യസഭ MP എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് കിട്ടി. 28 കോടി ഇവിടെ ചെലവാക്കി. 28 കോടിയിൽ എത്ര രൂപ തൃശ്ശൂരിൽ ചെലവാക്കി? മറുപടി പറയണം, എഴുതി വെച്ചോളൂ. 2 കോടി രൂപ മാത്രമേ ഇവിടെ ചെലവാക്കിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ തിരുവനന്തപുരത്താണ് കൊണ്ടുപോയി. ഈ രാജ്യത്തെ മതേതരത്വം അപകടത്തിലാണ്. ഒറ്റ ചോദ്യം, കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചവരെയാണോ നിങ്ങൾക്ക് ആവശ്യം? കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പിന് കൃത്യമായിട്ട് കൊടുത്തു. അത് ചർച്ചയുള്ള വിഷയമല്ല. ഇത് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. എന്റെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കുട്ടി ജയിക്കാൻ പോയിട്ട് ഞങ്ങള് പൈസ ചോദിച്ചപ്പോ കരുവന്നൂർ ബാങ്കുകാർ തന്നില്ല. മനസ്സിലായ പാവങ്ങൾ? ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, ഇനി സുരേഷ് ഗോപിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ, NDAക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമായി മാറുന്ന കോൺഗ്രസ്, കേരള രാഷ്ട്രീയത്തിൽ സീറോയായി അധംപതിക്കുന്ന LDFനോ ഞങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല. ഈ രാജ്യത്തിനെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അത് നടക്കില്ല. അത് നടക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു ഇന്ത്യ മുന്നണി അവിടെ അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ വിഷയം വേറെയാണ്. സുരേഷ് ഗോപിക്ക് ഇടപെടാൻ കഴിയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒരു മാങ്ങാത്തൊലിയും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രാജ്യം മുഴുവൻ വിറ്റ കാശ് ഇലക്ട്രൽ ബോണ്ടായി പോക്കറ്റിൽ വെച്ചവരാണ്. രാജ്യം വിറ്റ് ഇലക്ട്രൽ ബോണ്ടാക്കി വെച്ച പാർട്ടിയല്ലേ BJP. അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുക? ഒരു പൊതുമേഖല അവർക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം സുരേഷ് ഗോപി പാവങ്ങളുടെ കണ്ണീരൊപ്പി ആത്മഹത്യ ജയിച്ച ആളുകൾക്ക് പണം കൊടുക്കുന്നു. ആ സുരേഷ് ഗോപി ക്യാൻസർ പേഷ്യന്റ് ആയ LDFകാരിക്ക് മാസം തോറും പണം അയക്കുന്നു. മനസ്സിലായ? സംശയം. 1200 രൂപ പെൻഷൻ തരുന്ന സർക്കാരോ? എന്തേ എവിടെ പെൻഷൻ? ഞങ്ങളെല്ലാവരും തന്നെ ഞാനടക്കമുള്ള വ്യക്തികൾ ഗവൺമെന്റ് ശമ്പളം പറ്റുന്നവരാണ്. ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. കോടതിയിൽ ഒരാൾക്ക് ഏത് ശമ്പളം സർക്കാർ ശമ്പളം കിട്ടുന്നില്ല. ഏത് മാസത്തെ? ഈ മാസത്തെ കിട്ടി. 5-ാം തീയതിയല്ലേ ഉള്ളൂ. 5-ാം തീയതി ആവട്ടെ. വിഷുവാണ് വരുന്നത്. ഇവിടെ ഇരിക്കണ ഏതെങ്കിലും പാർട്ടിക്കാർ തരുമോ ശമ്പളം? കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ നിക്ഷേപ തുക വട്ടത്തിയതിൽ 51 കോടി രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. ഈ പറയുന്ന ആളുകള് കൊടകര കുഴൽപ്പണ കേസുണ്ടായി സുരേഷ് ഗോപി എവിടെയായിരുന്നു? ഹൈറിച്ചിന്റെ കോടികളിലെ തട്ടിപ്പെട്ടായി സുരേഷ് ഗോപി എവിടെയായിരുന്നു? പിന്നെ എനിക്ക് NDA പ്രതിനിധിയോടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഹിന്ദുമത സന്യാസികളെ കൊണ്ടെത്തി നിർത്തുകയും അതുപോലെ തന്നെ ഒരു അമ്പലത്തിന്റെ ശിലാസ്ഥാപനത്തിന് ജനപ്രതിനിധികളെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? ലോകത്തിന് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? അതുപോലെ തന്നെ UDFന്റെ പ്രതിനിധിയോട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, RSSനെയും BJPയെയും വർഗീയമായി നേരിടുന്ന കോൺഗ്രസ്, നേരത്തെ സന്ദീപേട്ടൻ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത്? അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP ആയ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. 2.5 വർഷം ബാക്കി നിൽക്കാണ്. ഇനി പറയട്ടെ ഇനി ഇവിടെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് ഈ കോൺഗ്രസിന് ഒരു രാജ്യസഭ മെമ്പറെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോ രാജ്യസഭയില് ചെറിയ വ്യത്യാസത്തിലാണ് പ്രതിപക്ഷം ഈ KC വേണുഗോപാൽ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? രാജസ്ഥാനിൽ നിന്ന് BJPയുടെ ഇവരാരെയാണ് നേരിടുന്നത്? ഇവര് തീർച്ചയായിട്ടും വർഗീയത, ഒരു കൂട്ടര് തീവ്ര വർഗീയത, ഹിന്ദു വർഗീയത കൊണ്ടടക്കുമ്പോൾ മറ്റൊരു കൂട്ടര് മൃദു ഹിന്ദുത്വം കൊണ്ട് നടക്കുന്നവരാണ്. ഞങ്ങളാണ് മതേതരം സംരക്ഷിക്കാൻ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഒരു സംശയം, ആര് ജയിക്കണമെന്ന് അമ്മ പറയുന്നത്?
ആര് ജയിക്കണം? സുനിൽകുമാർ ജയിക്കും. സുനിൽകുമാറോ? എന്താ കാര്യം? സുനിൽകുമാർ പല ഉപകാരങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കൃഷിമന്ത്രി അദ്ദേഹം പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ വീട്ടിലേക്കുള്ള റോഡ് പോലും നന്നാക്കിയിട്ടില്ലെന്നാണല്ലോ. വീട്ടിലെ കാര്യം ഞങ്ങളുടെ ചേർപ്പ് മണ്ഡലത്തിലെ കാര്യം ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് വീട്ടിലെ കാര്യം പറയേണ്ട കാര്യമില്ല. അതായത് വീട്ടിലെ റോഡ് നന്നാക്കിയില്ലെങ്കിൽ നാട് നന്നായി. വീട് കണ്ടിട്ടുണ്ടാ അരുൺ സാർ എങ്ങനെയുണ്ട് വീട്? ആള് ഐക്കൂലി പഠിച്ച ആളാണോ? അങ്ങനെ ആരോപണം താങ്കൾക്കുണ്ടോ? അദ്ദേഹം കൈക്കൂലി വാങ്ങിയ ആളാണെന്ന ഒരു ആരോപണം താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു ആരോപണമില്ല. ശരി 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 ഓക്കെ. കൈക്കൂലി വല്ല അപ്പൊ പിന്നെ എന്തിനാ ആളെ നിഷേധിക്കുന്നത്? അല്ലല്ല, സ്വന്തം നോക്കൂ, കൈക്കൂലി വാങ്ങാതിരിക്കുന്നതും സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം വീട്ടിലേക്ക് പഞ്ചായത്തിലേക്കുള്ള റോഡ് നന്നാതിരിക്കുന്നതിൽ രണ്ടല്ലേ? രണ്ടെണ്ണേ. അത് ഞാൻ ചോദിക്കട്ടെ, അരുൺ സാറിനോട് ചോദിക്കട്ടെ, ഇവിടെ ചേർപ്പ് മണ്ഡലത്തിൽ എന്തോട് ചെയ്തത് ഇവര്? ബിജെപിയും കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം ഭരിച്ചില്ലല്ലോ. ഭരിക്കില്ല അവര് ഭരിക്കില്ല. ആണോ? ഇത്ര ഉറപ്പെന്താ? ഒരു സീറ്റ് പോലെ അവർക്ക് കിട്ടില്ല. എന്തുകൊണ്ട്? സുരേഷ് ഗോപില്ലേ സിനിമയിൽ അഭിനയിക്കാൻ പോവാ, അല്ലാണ്ട് ഇവിടെ പറ്റില്ലേ പാവങ്ങൾക്ക്? അതെന്താ പാവങ്ങളുടെ കണ്ണീരൊപ്പിന്നാ ചേച്ചി പറഞ്ഞത്? ക്യാൻസർ പേഷ്യൻസിന് പണം കൊടുത്തു. അവള് അഡ്വക്കറ്റാ, അവള് അഡ്വക്കറ്റാ. ആണോ? വിവരം മനസ്സിലാവുണ്ടോ? അപ്പൊ അവളത് പറയും. അവൾക്ക് ഇപ്പൊ കേസില്ല. ആണോ? അപ്പൊ അവ ബിജെപി. ശരി ശരി ശരി, അതുകൊട്ടെ, അത് വക്കീലിന്റെ കാര്യം വിട്ടേക്ക്. അപ്പൊ സന്ദീപ് ഒറ്റ കാര്യം പറഞ്ഞോ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണക്കാരാണ്. ഈ സപ്ലൈ പോലെ ചേർപ്പിന്നാണ് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത്. ഇതിൽ ഞങ്ങൾ പോയിട്ട് ഒരു സാധനം പടി ഉണ്ടെന്ന് അരുൺ സാർ പോയിട്ട് ഇപ്പൊ അടച്ചിട്ടുണ്ടാവില്ല. ഒരു കാര്യം, ഒരു പെട്ടി വണ്ടി ഓടിക്കുന്ന ആളാണ് ഞാൻ. ഈ പെട്ടി വണ്ടിയുടെ ടാക്സ് എത്ര കൂട്ടിയെന്നൊന്ന് ചോദിച്ചാൽ മതി. പാവങ്ങൾ ഉന്തിയിട്ട് അന്നം നടത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പെട്രോൾ ഡീസലിന്റെ വില കൂട്ടി? പെട്രോൾ ഡീസലിന്റെ കാലാതീതമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരാളുടെ കൂലി എത്രയാ? ഒരാളുടെ കൂലി, അത്യാവശ്യം കൂലി കൊടുക്കണ 2000 രൂപ ഒരാൾക്ക് ഞാൻ കൂലി കൊടുക്കുന്നത്. 2000 രൂപ. മരമുറിക്കാരന് കൂലി അരുൺ സാർ ചോക്കി 2000 രൂപ കൂലിയാ. താഴത്തുനിന്ന് വാള് പിടിക്കണം 2000 രൂപ കൂലിയാ. എന്താ പേരെന്താ? എന്റെ പേര് ഷാബു. ഷാബുവിന്റെ വീട്ടിന്റെ മുമ്പിൽ നാളെ ആൾക്കാരുടെ ക്യൂ ആയിരിക്കും. 2000 രൂപ ജോലി. തമാശ പറഞ്ഞ. ഓക്കെ.